അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ബാറകനാ ബിശഹരി റമളാനിൽ കരീം ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹനിധികളായിട്ടുള്ള സഹോദരിമാരെ, ഈ പരിശുദ്ധ റമളാനിൽ നാം അനുഷ്ഠിച്ച നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമുക്ക് നാളെ പരലോകത്ത് ബാബു റയ്യാൻ എന്ന കവാടങ്ങളിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ 1 റമളാൻ 20 നാം ഇന്ന് പൂർത്തിയാക്കുകയാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് റമളാൻ 30 അനുഷ്ഠിക്കുവാൻ, അതേപോലെ സമാധാനത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ, അതേപോലെ വരും കാലങ്ങളിലും പരിശുദ്ധ റമളാൻ നമുക്ക് കാണാനും അനുഷ്ഠിക്കുവാനും കർമ്മങ്ങളിൽ മുഴുകുവാനും നാഥ നമുക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ആയുസ്സ് തന്ന് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് പാപത്തിനും പാപമോചനത്തിനും എന്നതാണ്. വിലക്കപ്പെട്ട കായ്കനി, അതായത് തിന്നരുതേ എന്ന് പറഞ്ഞ കായ്കനി തിന്ന ആദം അലൈഹിസ്സലാമിൻ്റെ പാപമോചനത്തെക്കുറിച്ചും മറ്റും പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ മനുഷ്യ ചരിത്രത്തോളം ഏതിന് പഴക്കമുണ്ട്? പാപത്തിനും പാപമോചനത്തിനും പഴക്കമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ റമളാൻ, ഈ റമളാൻ മാസത്തെ നാം ഷഹ്റു റമളാൻ, ഇതുപോലെ ഷഹ്റുൽ മുവാസാത്ത്, പരസ്പരം സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും മാസമാണ് എന്ന് ഈ മാസത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ ഷഹ്റു റമളാൻ എന്ന് പറയുന്നത് ഷഹ്റു തൗബ, പാപമോചനത്തിൻ്റെ മാസമാണ് എന്നും ഈ മാസത്തെ വിശേഷിപ്പിക്കാറുണ്ട്. പരിശുദ്ധ റമളാൻ പാപമോചനത്തിൻ്റെ മാസമാണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ആദം സന്തതികളെ, നിങ്ങൾ മുഴുവനായും പാപം ചെയ്യുന്ന ആളുകളാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠർ. അതേപോലെ ഇബ്നു ജൗസി റഹിമഹുല്ലയിൽ നിന്ന് നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെടുന്നതായിരിക്കും. അയാൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ആ ചങ്ങല പൊട്ടിപ്പോകുന്നതാണ് എന്നതാണ്. അപ്പോൾ നാം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മുടെ കഴുത്തിൽ ഒരു ചങ്ങലയായി അതിനെ ബന്ധിപ്പിക്കപ്പെടുകയാണ്. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ആ ചങ്ങലയെ ആ ചങ്ങല പൊട്ടിച്ചില്ലാതാകും എന്നതാണ്. ഇതേപോലെ പരിശുദ്ധ റമളാനിൽ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മിമ്പറിൽ നിന്ന് 3 പ്രാവശ്യം ആമീൻ പറഞ്ഞ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അതിലൊന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ആരെങ്കിലും റമളാനിൽ സമാഗതമായിട്ടും തൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപകോപം അവരിൽ വർഷിക്കുമാറാകട്ടെ, അല്ലേ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറയുകയുണ്ടായി. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് എന്ത്? ഷഹ്റു റമളാൻ എന്ന ഷഹ്റു തൗബ, പാപമോചനത്തിൻ്റെ മാസം എന്ന നിലയിൽ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാൻ അള്ളാഹു നമുക്കായി തന്നിരിക്കുന്ന അവസരമാണ്. അതും
ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അവർ ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് അവർ നമ്മുടെ നാട്ടിൽ നിന്ന് അഥവാ മരണപ്പെട്ടു പോയവരാണ്. അതുപോലെ റമദാൻ 1 അതുപോലെ 10 കണ്ട ആളുകൾ ഉണ്ടായിരുന്നു. മരങ്ങളിൽ നിന്ന് ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെയാണ്. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നാഥ, നീ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നമ്മൾ കാണുന്ന മരണം അല്ലേ, അതെ, മരങ്ങളിൽ നിന്ന് ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന്. രോഗമുള്ള ആളുകൾ മാത്രമാണോ പ്രിയമുള്ളവരെ? അല്ലല്ലോ. അപകടങ്ങളിൽ പെടുന്നവർ മാത്രമാണോ? അല്ല. വളരെ വളരെ പെട്ടെന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുകയാണ്. അപ്പോൾ മരണപ്പെട്ട ആളുകൾക്കും ജീവിച്ചിരിക്കുന്ന നമുക്കും വ്യത്യാസമുണ്ട്. മരണപ്പെട്ടവരെ സംബന്ധിച്ച് ഇനി അവർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ അവസരമില്ല. അവർ ചെയ്ത കർമ്മങ്ങളെ ആസ്പദമാക്കിയിട്ട് അവർക്ക് ബർസഖിയായ ജീവിതത്തിലും അതിന് ശേഷമുള്ള പാരത്രിക ജീവിതത്തിലും അവർക്ക് വിജയവും പരാജയവും അത് അല്ലാഹു കണക്കാക്കും. എന്നാൽ ആയുസ്സുള്ള, തിരിച്ചറിവുള്ള, ആഫിയത്തുള്ള നമ്മെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് പ്രിയമുള്ളവരെ. സുബ്ഹാനല്ലാഹ്, റമളാൻ 1 നമ്മൾ കണ്ടു. അയ്യാമ മഅദൂദാത്ത് എന്ന് പറഞ്ഞതുപോലെ എണ്ണപ്പെട്ട ചില ദിവസം കഴിഞ്ഞ റമളാനിനേക്കാളും വളരെ വേഗത ഈ റമളാനിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റൂല. നോമ്പ് 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഉണ്ട്. ഇന്നെന്താ പറയുന്നത്? നോമ്പ് 20. ഇനി നിങ്ങൾ നോക്കിക്കോ പ്രിയമുള്ളവരെ, നോമ്പ് 30 എന്ന് ഇതിനേക്കാളും 2 ദിവസം കഴിയുന്ന ലാഘവത്തോടു കൂടി നമ്മൾ തക്ബീറുകൾക്കും നാളെ പെരുന്നാളാണ് എന്ന തക്ബീർ ദാ വന്നു ദാ പോയി എന്ന് പറഞ്ഞ അത്രയും വേഗത്തിലാണ് ഈ മാസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ വലിയ അവസരം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ. ഈ കിട്ടിയ അവസരം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നതാണ് എൻ്റെ പ്രിയമുള്ളവരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കൂ, നിങ്ങളെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം. നോക്കൂ, മനുഷ്യനെ പാപം ചെയ്യുന്ന ആളുകൾ 2 രൂപത്തിലാണ് പ്രതികരിക്കുക. 2 രൂപത്തിലാണ് പ്രതികരിക്കുക. ഒന്ന്, ഇതൊന്നും ചെയ്യാത്ത ആരാ ഇപ്പോൾ ഉള്ളത്? ഒരു ചോദ്യമാണ് അല്ലേ? ഇതൊന്നും ചെയ്യാത്ത ആരാണ് ഇപ്പോൾ ഉള്ളത്? അല്ലെങ്കിൽ ഇതെന്നെ ചെയ്താൽ ഇപ്പം എന്താ അല്ലേ? അതായത് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ് എങ്കിൽ, ചെയ്ത തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ പതിവായി ലേണിംഗ് ക്ലാസ്സിന് പോകുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയുള്ള നിങ്ങളെപ്പോലെയുള്ള സഹോദരിമാർ എല്ലാ ദിവസവും വരുമ്പോൾ, എല്ലാ ആഴ്ചയും വരുമ്പോൾ നല്ല ബന്ധമാവുമല്ലോ. അപ്പോൾ അവരിങ്ങനെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ അടുത്തിരുന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കും. അവരവരെ കാര്യങ്ങൾ ഇങ്ങനെ പലതും നമ്മൾ സംസാരിക്കും. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ 2-3 ആൾ പറയും, നമുക്ക് ക്ലാസ്സിനങ്ങ് ഇറങ്ങി വരുമ്പോൾ ടീച്ചറെ ഗേറ്റ് വരെ, ബാക്കിലെ ഗേറ്റും മുന്നിലെ ഗേറ്റും എല്ലാം അടച്ചുപൂട്ടും. ഞാൻ പറഞ്ഞ ഒരു 1.5 മണിക്കൂർ സമയത്തേക്ക് എന്തിന് ഇത്ര മാത്രം അടച്ചു പൂട്ടാനൊക്കെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ പറയും, നിങ്ങളെ നാട് പോലെയല്ല, ഞങ്ങളെ ഭാഗത്തുണ്ട് ഒരു താത്ത, ഒരാളെ പേര് പറയാം. ഓരിങ്ങനെ കയറി നമ്മളെ തേങ്ങി ഇതെല്ലാം ഇങ്ങനെ പറക്കിക്കൊണ്ട്, നമ്മൾ പോകുന്നുണ്ടോ നോക്കി ഇതെല്ലാം പറക്കി കൊണ്ടുപോകുന്നു ഒരാളാണ്. എന്നിട്ട് ചില സമയത്ത് നമ്മളിങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നിച്ച് പോകുമ്പോൾ ഇതാ ഇവരാണ്, ഇവർ ഇറങ്ങി നടക്കുന്ന തന്നെ കണ്ടില്ലേ, ഇത് നമ്മളെ വളപ്പ് കയറി പറക്കാനാന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഞാനിതുപോലെ കുറച്ചെന്തോ ലേറ്റായിട്ട് ഞാൻ ഇങ്ങനെ അതായത് ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വഴിക്ക് ഞാൻ ആ സ്ഥലത്തെത്തിയപ്പോൾ ഇവരെ കണ്ടു. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് അസ്സലാമു അലൈക്കും കയ്യൊക്കെ കൊടുത്ത് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് സുഖമാണ് ചോദിച്ചപ്പോൾ എന്നോട് നിങ്ങളാരും എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ അറിയാൻ സാധ്യതയില്ല, ഞാനിങ്ങനെ ഇവിടെ ക്ലാസ് ഞാൻ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ട് ടീച്ചറെ ഫോട്ടോ. ഇപ്പം മനസ്സിലായിട്ടോ, ഓക്കെ സുഖ ടീച്ചർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിലൊരു ചാക്കുണ്ട്, അതിൽ കുറച്ച് തേങ്ങയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഇവിടുന്ന് ഇടുന്നോ പുറക്കി വരുന്നതായിരിക്കും എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഞാൻ മൂപ്പരോട് ഇങ്ങനെ എന്താണ് സുഖമല്ല എന്താണ് കയ്യിൽ ഞാനൊന്നിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇതെന്താ ചാക്കിലല്ല, അത് തേങ്ങയാണ്. ഞാൻ ചോദിച്ചു വാങ്ങിയിട്ട് വരുന്നതാ? അല്ല, ഞാൻ ഇങ്ങനെ പെറുക്കിയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ പെറുക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ സ്ഥലത്ത് കയറി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളപ്പ് കാണുന്നത് നമുക്ക് പുറക്കാൻ പറ്റുമോ? അല്ലാഹ്ക്കറിയാലോ എനിക്കില്ലായിട്ടാ പറക്കുന്നതെന്ന്.
അല്ലെങ്കിൽ എനിക്കില്ലാത്തത് കൊണ്ടാണ് പറക്കുന്നത് എന്ന് ആർക്കറിയാം? അല്ലാഹ്ക്കറിയാം. ശരിക്കും അങ്ങനെ പറ്റൂല എന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെ പറ്റുമോ? പറ്റൂല. ഇപ്പൊ അടുത്തൊരു, അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പണ്ടാരം കുത്തി തുറന്നൊരു മനുഷ്യന്റെ സംഭവം നിങ്ങൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല. അവസാനം പോലീസുകാരിയാണ്. എന്താ അറിയാ, ഇദ്ദേഹത്തിനെ പിടിച്ച ഈ, അതായത് എല്ലാ ക്ഷേത്രങ്ങളും, അതായത് പണ്ടാരങ്ങൾ പൊട്ടിക്കുകയാണ്, പള്ളികൾ പൊട്ടിക്കുക. കുറേ കാലം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ പിടിച്ചപ്പോൾ ഇദ്ദേഹം പറയട്ടോ, നിങ്ങൾ പണ്ടാരിനെ പിടിച്ച പൈസ എവിടെ ചോദിച്ചപ്പോൾ, ഇന്ന സ്ഥലത്ത് കീമോ ചെയ്ത് കിടക്കുന്ന വളരെ ദയനീയമായൊരു സാധു, ഇന്ന സ്ഥലത്ത് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്ക്, ഇന്ന സ്ഥലത്ത് ക്യാൻസർ വന്നിട്ട് കിടപ്പിലായ രോഗിക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത്, ഇതൊക്കെ ഈ ക്ഷേത്രത്തിൽ നിന്നും പള്ളിയിൽ നിന്നും മോഷ്ടിച്ചിട്ട് ഇദ്ദേഹം വലിയ സേവനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, തൻ്റെ തെറ്റിനിങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാത്ത ആരാണിപ്പോൾ ഉള്ളത്? ഇതൊക്കെ ചെയ്താൽ എന്തേ എന്ന രൂപത്തിൽ മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന ചില ആളുകളിൽ, അതായത് രണ്ട് രൂപത്തിൽ, ഒന്നിതാണ് സ്വന്തം തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ, തൻ്റെ ദുഷ്കർമ്മങ്ങളിൽ, ദുഷ്പ്രവൃത്തിയിൽ, തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ ചെയ്തു പോയല്ലോ എന്ന രൂപത്തിൽ അതിൽ തന്നെ ശടിച്ചു നിൽക്കാതെ, അതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ, അല്ലാ പടച്ചോനെ ഞാൻ ചെയ്തു പോയല്ലോ എന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ഒരു വിഭാഗം. രണ്ട് വിഭാഗമാണ്. ഏതാണെന്ന് മനസ്സിലായല്ലോ? അതെ. ഇതിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, ഞാൻ ചെയ്ത തെറ്റിൽ, ആ ദുഷ്പ്രവൃത്തിയിൽ, ആ ദുഷ്കർമ്മത്തിൽ, ആ തെറ്റായ പ്രവർത്തനത്തിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത, അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രവർത്തനം, അതിൽ ഉറച്ചു നിൽക്കാതെ ഉൾവിളിയോടുകൂടിയ അള്ളാഹ് ഞാൻ ചെയ്തു പോലെ, മനുഷ്യനാണ്, തെറ്റൊക്കെ സംഭവിക്കാം ഏതെങ്കിലും ഒരു നിമിഷം, എന്നാൽ ആ നിമിഷം തന്നെ നാഥ ഞാൻ ചെയ്തു പോയല്ലോ റബ്ബേ, അതാണ് ഞാൻ ചെയ്തു പോയല്ലോ റഹ്മാനെ എന്ന നിലയിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ് ലഹും മഗ്ഫിറ. അങ്ങനെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു പാപമോചനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. കഴിഞ്ഞിട്ടില്ല, അള്ളാഹു പറയാണ് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അങ്ങനെ തൻ്റെ ദുഷ്കർമ്മത്തിൽ ശടിച്ചും ദുഷിച്ചും നിൽക്കാതെ ഹൃദയത്തോടുകൂടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് നൽകും? അവൻ്റെ പാപമോചനം അള്ളാഹു സ്വീകരിക്കും. അവന് പടച്ച റബ്ബ് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം നൽകും. ഖാലിദീന ഫീഹാ, അവർ ആ സ്വർഗത്തിൽ എന്നും ശാശ്വതരാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ വലിയ സൗഭാഗ്യമാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ റമളാൻ പാപമോചനത്തിന്റെ മാസമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റമളാനെ കുറിച്ച് എന്താ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്? മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. അല്ലേ? ആരെങ്കിലും വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയ എല്ലാ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു അവന് പൊറുക്കപ്പെടും. നോക്കൂ നിങ്ങൾ. അപ്പോൾ ആരെങ്കിലും റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ നല്ല വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട്, അതുകൊണ്ടാണ് റമളാൻ മാസം പാപമോചനത്തിന്റെ പശ്ചാത്താപത്തിന്റെ മാസമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ നോക്കൂ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രി ഖിയാമുൽ ലൈൽ, ഖിയാമു റമളാൻ, തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ, നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ഇവിടെയാണ് റമളാനിന്റെ ഓരോ പ്രഭാതത്തിലും ഒരു കൂട്ടരെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അപ്പൊ ഇന്നലെ രാത്രി വരെ മോചിപ്പിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ
അല്ലാ ഞാനുണ്ട് എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നാം മോചനം തേടിയെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ മിമ്പറിൽ നിന്ന് ആമീൻ പറയപ്പെട്ട വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ പെട്ടുപോയാൽ നമ്മൾ സൗഭാഗ്യവാന്മാരല്ല പ്രിയമുള്ളവരെ, ദൗർഭാഗ്യവാന്മാരായി പോകും. വെറുതെ അനുഷ്ഠിക്കാൻ ഒരു നോമ്പ്, നിർവഹിക്കാൻ ഒരു നിസ്കാരം, നൽകാൻ എന്തെങ്കിലും നൽകാനെന്ന് കരുതിയിട്ട് ഒരു സ്വതക്ക എന്നതിനപ്പുറം യാ അല്ലാഹ് എൻ്റെ നോമ്പ് നാളെ ബാബു റയ്യാൻ എന്ന കവാടം നോമ്പുകാർക്ക് വേണ്ടി മാത്രമായി തുറക്കപ്പെടുന്ന നോമ്പുകാരൊക്കെ വാ എന്ന് പറഞ്ഞ് ഓരോ നോമ്പുകാരും അതിലേക്ക് പ്രവേശിക്കും. അവസാനം ആ കവാടം കൊട്ടിയടക്കും. അതുപോലെ സക്കാത്ത് നൽകിയ ആളുകൾക്ക് ബാബു സക്കാത്ത്, സ്വതക്ക നൽകിയ ആളുകൾക്ക് ബാബു സ്വതക്ക, ഇങ്ങനെ ബാബു സ്വലാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം. ഈ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ റമളാൻ മാസത്തെ കടുപ്പപ്പെട്ട ചൂടില് അള്ളാഹിൻ്റെ ഒരു ശക്തി കൊണ്ട്, നമ്മളെ മനസ്സിലുള്ളൊരു തവക്കുല് കൊണ്ടും യാ അല്ലാ എന്ന ഉൾവിളിയോട് കൂടിയാണ് നമുക്ക് ഈ കാര്യത്തിൽ നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആയിപ്പോ. പാലക്കാട്, തൃശ്ശൂർ ജില്ലയിലൊക്കെ അലേർട്ടുകൾ ഇങ്ങനെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല, അത്രയും കടുപ്പ ചൂടാണ് പാലക്കാട് ജില്ലയിലൊക്കെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു യുദ്ധം ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് ഈ റമളാനിലൂടെ നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട്, അത്രയും പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അനുഷ്ഠിക്കുമ്പം അതിന് മാത്രം മഹത്വവും പ്രതിഫലവും അള്ളാഹു നമുക്ക് തരും. അത്രയും കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് നമ്മളിത് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടുകൂടാ. ഇത് തീർച്ചയായും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന, നാളെ പരലോകത്ത് എനിക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന റമളാനാവണം. എനിക്ക് സാക്ഷി പറയണം. ഈ നോമ്പ് നമുക്ക് വേണ്ടി നാളെ അനുകൂലമായി സാക്ഷി പറയുന്ന, ഈ റമളാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മാസമാക്കി മാറ്റാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് വേണം? പാകപ്പെടുത്തണം. നമുക്കറിയാം, അള്ളാന്റെ പ്രവാചകൻ പറയുകയാണല്ലോ, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രിയമുള്ളവരെ, ജമാഅത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ കൂടെയുള്ള ആളുകളൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം കാണും. ഇനി വീട്ടിൽ നിന്ന് ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും കൂടി ആരെങ്കിലും വന്നു പോകുമ്പോൾ നിസ്കാര കുപ്പായത്തിൽ ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ വന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു നിസ്കരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അവർ നിസ്കരിക്കുന്ന ആൾ നമുക്കറിയും, നിസ്കരിക്കാത്ത ആളെ നമുക്കറിയും. നമ്മളെ കുടുംബത്തിലൊക്കെ ഉള്ള ഒക്കെ നിസ്കാരമൊന്നുമില്ല എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഒറ്റക്കാണെങ്കിലും ജമാഅത്തായിട്ടാണെങ്കിലും നിസ്കാരം എന്നത് കാണുന്നുണ്ട്. അതുപോലെ നോക്കൂ പ്രിയമുള്ളവരെ, സക്കാത്ത് നൽകുന്നത്, നമ്മളെ കയ്യിൽ നിന്നാണ് സക്കാത്ത് മറ്റൊരാൾക്ക് നൽകുന്നതെങ്കിൽ ആ വാങ്ങുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇവരാരാ സക്കാത്ത് നൽകുന്ന വ്യക്തിയാണ് എന്നറിയാം. ഇനി സംഘടിതമായി മഹല്ലിനാണ് നൽകുന്നതെങ്കിൽ ആ സക്കാത്ത് കമ്മിറ്റിയിലുള്ള 10-50 ആളുകൾക്കറിയും ഇന്ന വ്യക്തി നന്നായി സക്കാത്ത് കൊടുക്കുന്ന ആളാണ് എന്ന്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മറ്റൊരാൾ അറിയുന്നുണ്ട് എന്നതാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ഹജ്ജ് നിങ്ങൾ നോക്കിയേ, ലക്ഷക്കണക്കിന് ആളുകളില്ലേ, അവരെവിടെയാ പോന്നേ? അവർ ഹജ്ജിന് പോവുകയാണ്. ഇനി മക്കത്തെത്തിയാൽ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് ചെയ്യുന്ന കർമ്മാണ് ഏത്? ഹജ്ജ്. അത് നമുക്കറിയാം. നോമ്പോ? അത്താഴത്തിന് എഴുന്നേറ്റു, ഓക്കെ, വൈകുന്നേരം ആകുമ്പോൾ ഇപ്പം എല്ലാവരും കുറേ ആളെ കഴുത്ത് ഇങ്ങനെ ചെരിച്ചിട്ടുണ്ടേ, നമുക്ക് നോമ്പാടിച്ചറേ, ഞാൻ പറയുന്ന കേൾക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ചില ആൾ ഉറങ്ങാൻ പാകത്തിൽ ഇങ്ങനെ കണ്ണും മുടൽ ഇങ്ങനെ ആയി പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു, ഇപ്പോൾ 10-15 മിനിറ്റ് ഞാൻ സംസാരിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് നോമ്പാ, മുഖം വരണ്ട്, ചുണ്ടുണങ്ങി, തൊണ്ടുണങ്ങി, കണ്ണെല്ലാം കൊഴിഞ്ഞ് കേട്ടോ, ക്ഷീണം പിടിച്ച്, ഇങ്ങനെ എന്ത് അടയാളം നമ്മളിൽ കണ്ടാലും പ്രിയമുള്ളവരെ എനിക്ക് നോമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ അടയാളമൊക്കെ നമ്മളിലുണ്ട്. ക്ഷീണം, തളർച്ച, വിഷമം, ഇതൊക്കെ നമ്മളിലുണ്ട് എന്നതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് നോമ്പുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. എനിക്ക് നോമ്പുണ്ടോ എന്ന് നിങ്ങൾക്കും പറയാൻ പറ്റൂല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരം അള്ളാഹു തന്നെയാണ് പ്രതിഫലം നൽകുന്നത്, എല്ലാത്തിനും അള്ളാഹുവാണ് പ്രതിഫലം നൽകുക. പക്ഷെ നോമ്പ് എന്ന ഇബാദത്ത് അത് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു
അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് ഈ നോമ്പ് എന്ന ഇബാദത്തിനെ പടച്ച റബ്ബ് ഇത്രമാത്രം സ്വകാര്യമാക്കി വെച്ചു? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു ഈ നോമ്പ് എന്ന കർമ്മത്തെ ഇത്രമാത്രം സ്വകാര്യമാക്കി എന്തുകൊണ്ട് വെച്ചു? അള്ളാഹ് ഇവിടെയാണ് പ്രിയമുള്ളവരെ എൻ്റെ ആത്മീയമായ ശുദ്ധി, എൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി, എൻ്റെ വിശ്വാസം, ഇത് അള്ളാഹുവിനാണ്. ഇത് അള്ളാഹുമായിട്ടുള്ള ഒരു പിടിയാണ്, ഒരു അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമ്മുടെ വിശ്വാസത്തെ ശക്തമാക്കാൻ, മാനസികമായിട്ടുള്ള പരിശുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ. നോക്കൂ നിങ്ങൾ, യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും. നബിയെ, താങ്കൾ പറയുക, അതിനെക്കുറിച്ച് അല്പം മാത്രമേ, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അല്ലാഹു അല്പം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആർക്ക്? ജനങ്ങൾക്ക്. അത്ര അറിവേ നൽകിയിട്ടുള്ളൂ. നമ്മൾ എന്ത് ഗവേഷണം നടത്തിയാലും, നമ്മൾ എന്ത് പരീക്ഷണം നടത്തിയാലും ആത്മാവിനെ കുറിച്ചുള്ള അറിവൊന്നും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, മനുഷ്യർക്ക് കുറച്ചേ പഠിപ്പിച്ചെടുത്തിട്ടുള്ളൂ. പക്ഷെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഈ ആത്മാവിനെ ആരാണോ പരിശുദ്ധമാക്കിയവൻ അവൻ വിജയിച്ചിരിക്കുന്നു. ആരാണോ ഇതിനെ കളങ്കപ്പെടുത്തിയവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഈ റമളാൻ നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ട ഒരു ആത്മപരിശുദ്ധി, ഒരു ഹൃദയ പരിശുദ്ധി, അത് പശ്ചാത്താപത്തിലൂടെ, നമ്മുടെ കർമ്മങ്ങളിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ഇബാദത്തിലൂടെ ഇതെല്ലാം പോയി വീഴേണ്ടത് എവിടെയാണ്? ഇതൊക്കെ വീഴേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിലേക്കാണ്. വെറുതെ ഒരു നോമ്പ് ആർക്ക് വേണ്ട? ഒരു വയറ് കാഞ്ഞുകൊണ്ടുള്ളൊരു നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് ഏതാ വേണ്ടത്? അത് നമ്മുടെ ഹൃദയം പരിശുദ്ധാക്കിയിട്ട്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ മനുഷ്യരുടെ കൂട്ടത്തിൽ 4 വിഭാഗം ഹൃദയത്തിൻ്റെ ഉടമകളുണ്ട്. ഒന്നല്ല, 4 വിഭാഗം ആളുകളുണ്ട് എന്നാണ്. അതിലൊന്ന് പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ്. പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ് ഞാനെന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ? എൻ്റെ ഹൃദയം പരിശുദ്ധമാണ് എന്ന് നമുക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? അതിലൊന്ന് അഹങ്കാരമില്ലാത്ത ഹൃദയം. അഹങ്കാരമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകൾ പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറും. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മളൊരു ദിവസം പുലർന്നാൽ ഫർള് നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരത്തിൽ, രാത്രി നമസ്കാരത്തിലൊക്കെ എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതുന്നുണ്ട് അല്ലേ? അത് കൂടാതെ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ സൂറത്തുകൾ ഓതുന്ന കൂട്ടത്തിൽ ഫാത്തിഹ ഓതാറുണ്ട്. അതുപോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഫാത്തിഹ ഓതാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പുലർന്നാൽ എത്ര 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 പ്രാവശ്യം നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്. അതെ, ഈ ഓതുന്ന ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. നിന്നോട് മാത്രം. അതിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? അതിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ? അള്ളാഹു മാത്രമേ നമ്മെ സഹായിക്കാനുള്ളൂ. അള്ളാഹു അക്ബർ അല്ലേ? ഒന്ന് കണ്ണുപൂട്ടി തുറക്കണമെങ്കിൽ ആര് വിചാരിക്കണം? അള്ളാന്റെ സഹായം വേണം. നമ്മളെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടോ, നമ്മൾ മാസാമാസം ഹോസ്പിറ്റലിൽ പോയി ബോഡി ചെക്കപ്പ് നടത്തിയത് കൊണ്ടോ, നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചത് കൊണ്ടോ, ഞാൻ നന്നായി എൻ്റെ ബോഡിയൊക്കെ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞത് കൊണ്ടോ പ്രിയമുള്ളവരെ ആണോ നമ്മൾ ഇന്നിവിടെ വന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ അത്താഴത്തിനൊക്കെ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അങ്ങനെ ഹോസ്പിറ്റലൊന്നും വേണ്ടല്ലോ അല്ലേ? എത്ര ആളുകളുണ്ട് തളർന്നും തകർന്നും ഹോസ്പിറ്റലിൽ ദയനീയമായി കിടക്കുന്ന എത്ര ആളുകളുണ്ട് പ്രിയമുള്ളവരെ. എൻ്റെ സ്ഥാപനത്തിലൊക്കെ യാ അള്ളാ, കിടന്ന കിടക്കയിൽ വളരെ ബുദ്ധിമുട്ടി കിടക്കുന്ന എത്ര ആളുകളുണ്ട് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് അവരെ താങ്ങിപ്പിടിച്ച് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിങ്ങളറിയണം, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുപോയാൽ അവരെ മലമൂത്ര വിസർജനം നിർവഹിക്കുന്നതിന് വേണ്ടി അവരുടെ വസ്ത്രം മറ്റൊരാളും നീക്കി കൊടുക്കണം. അവരൊരു വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഒന്നോ രണ്ടോ ആളുകൾ താങ്ങിപ്പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തി, എന്നിട്ട് അവരെ ഉന്തി, എന്നിട്ട് ക്ലോസറ്റിൽ കൊണ്ട് അവിടെ വെച്ചു. എന്നിട്ട്
അവർക്ക് അവരുടെ കൃത്യം നിർവഹിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, മറ്റൊരാൾ അവരുടെ വസ്ത്രം ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ എന്നോട് പങ്കുവെക്കാറുണ്ട്, എന്ത് ജീവിതമാണ് ടീച്ചറെ, ഇങ്ങനൊരു ജീവിതം എന്തിനാ അള്ളാഹു നമുക്ക് നൽകുന്നത്? മലമൂത്ര വിസർജനം നിർവഹിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൊണ്ട് ഒരു വസ്ത്രം ഒന്ന് നീക്കാൻ വരെ പറ്റുന്നില്ല എങ്കിൽ ഇതെന്ത് ജീവിത? ആലോചിച്ച് നോക്കിയേ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ, ഒന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടോ, നമ്മൾ ആശിച്ചത് കൊണ്ടോ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് മനസ്സിൽ വിചാരിച്ചത് കൊണ്ടോ അല്ല ഇതൊന്നും നമുക്കുണ്ടാവുന്നത്. ആര് തന്നതാ? അല്ലാഹ്. അപ്പൊ നാഥ, നിന്നോടാണ് ഞാൻ സഹായം തേടുന്നത്. അല്ലാഹ്. നോക്കൂ നിങ്ങളെ, അള്ളാഹുവിൽ ആരാധിക്കുന്നു, അള്ളാഹിനോട് സഹായം തേടുന്നു, എല്ലാം അള്ളാഹുവാണ് എന്ന് പറയുന്ന നമുക്ക് എന്തുമാത്രം ഈമാനും കരുത്തും തവക്കുലും ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത് എനിക്കനുഭവപ്പെടുന്നൊരു കാഴ്ച എന്താണെന്നറിയാം? ഭൂരിഭാഗം ആളുകൾക്കും പ്രിയമുള്ളവരെ സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഞാൻ മരുന്ന് കഴിക്കുകയാണ്, എന്താ സുഖം? ജീവിതശൈലി രോഗമായ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ മറ്റോ ആണോ? സ്ട്രെസ്, അല്ലെങ്കിൽ ടെൻഷൻ, അല്ലെങ്കിൽ ഡിപ്രഷൻ. അള്ളാനെ അറിഞ്ഞ ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വഭാവം, അതായത് ഉണ്ടാകേണ്ട രോഗമാണോ പ്രിയമുള്ളവരിത്? എന്തിനാ ടെൻഷൻ? എന്തിനാ ഡിപ്രഷൻ? ടെൻഷനും ഡിപ്രഷനും അസ്വസ്ഥതകളും വിഷമങ്ങളെല്ലാം ഉണ്ടാവുന്നത് മനുഷ്യർക്ക് എങ്ങനെയാ? എനിക്ക് ആരുമില്ല അല്ലേ? അങ്ങനെയൊക്കെ തോന്നിയിട്ടല്ലേ ആളുകൾക്ക് ടെൻഷൻ ആവുന്നേ? എനിക്കാരുമില്ല, അല്ലെങ്കിൽ എന്നാരും പരിഗണിക്കുന്നില്ല അല്ലേ? ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ വീട്ടിൽ എല്ലാ പണിയും ഞാനാണ് എടുക്കുന്നത്, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതൊക്കെയാണ് എല്ലാവരും പരാതി. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് റഹ്മാനെ എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും, എൻ്റെ മക്കളെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നത്, ഇത് തിരിയുന്നില്ലല്ലോ റബ്ബേ എൻ്റെ മക്കൾക്ക്. ഇതൊരു ടെൻഷനാണ് എനിക്ക്. നോക്കൂ പ്രിയമുള്ളവരെ, അള്ളാഹു എന്താ നമ്മളോട് പറയുന്നേ? തൻ്റെ അടിമക്ക് ഞാൻ പോരെ? അങ്ങ് ചോദിക്കുക നമ്മളോട്, തൻ്റെ അടിമക്ക് ഞാൻ പോരെ യാ അല്ലാഹ്? മക്കളോട് ഉമ്മ പറയാണ്, മോളെ മോനെ ഉമ്മയില്ലേ എൻ്റെ കൂടെ? ആ മക്കൾക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഅ. ആരാ നമ്മളോട് പറയുന്നേ? ഏഴാകാശത്തെ പടച്ചുണ്ടാക്കിയ റബ്ബ്, വറബ്ബൽ അർള്, ഭൂമിയുടെ നാഥൻ, വറബ്ബനാ, നമ്മെ മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചിട്ടുള്ള റബ്ബ്, ഫാലിഖൽ ഹബ്ബി വന്നവാ, വിത്തും ധാന്യവും മുളപ്പിച്ചിട്ടുള്ളവനായ റബ്ബ്, വമുൻസില തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ, തൗറാത്തും ഇൻജീലും ഖുർആനും അവതരിപ്പിച്ചിട്ടുള്ളവനായ റബ്ബേ. നോക്കൂ പ്രിയമുള്ളവരെ, അല്ലാഹ്, അർ-റബ്ബ്, അൽ-ഇലാഹ്, അർ-റഹ്മാൻ, അർ-റഹീം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എന്താണ്? അല്ലാഹുവിൻ്റെ നാമങ്ങളാണ്. അല്ലാഹ് റബ്ബാണ്. അല്ലാഹ് ആരാണ്? അൽ-ഇലാഹാണ്, എൻ്റെ ആരാധ്യനാണ് അല്ലാഹ്. അല്ലാഹുവാണ് എന്നോടും നിങ്ങളോടും പറയുന്നത്, തൻ്റെ അടിമക്ക് താൻ പോരെ. എത്ര സമാധാനമുണ്ട്, എത്ര ആശ്വാസമുണ്ട് പ്രിയമുള്ളവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ശത്രുക്കളെ കണ്ടപ്പോൾ ഹൗർ ഗുഹയിൽ ഒളിച്ചു നിന്ന ചരിത്രം നമുക്കറിയാം അല്ലേ? അതെ, അവസാനം തൊട്ട് മുന്നിലൂടെ പട്ടാള ശത്രുക്കള് ഈ ഗുഹയിലിരുന്ന് ഇവരിങ്ങനെ കാണുകയാണ് ശത്രുക്കളുടെ കാല് പട ശത്രുക്കൾ പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ഇതാ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞ? യാ അബൂബക്കർ ലാ തഹ്സൻ, ലാ തഹ്സൻ. അബൂബക്കറെ നീ ദുഃഖിക്കണ്ടേ, പേടിക്കണ്ട, ബേജാറാവണ്ട. ഇന്നല്ലാഹ മഅനാ. ദപ്പ വരണം ഈ കരുത്തും ഈ വിശ്വാസവും പ്രിയമുള്ളവരെ. അപ്പം തന്നെ നമ്മളെ വിശ്വാസത്തിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. യാ അല്ലാഹ്, അല്ലാഹുണ്ട്. ആ യുദ്ധത്തിൽ, അതിനുശേഷം നടന്ന യുദ്ധത്തിൽ
അള്ളാഹുവിൻ്റെ പ്രവാചകനെ പടച്ച റബ്ബ് എങ്ങനെയാ സഹായിച്ചേ? മലക്കുകൾ അയച്ചിട്ടാ. എന്തുകൊണ്ടാ? അള്ളാഹിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ വിശ്വാസത്തിലൂടെയാണ് അള്ളാഹു എന്നെ സഹായിക്കുന്നത്. കണ്ട നിങ്ങള്? അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ആ ഒരു കരുത്ത്, ആ ഒരു തവക്കുലെ നമുക്ക് ആര് തരും? അള്ളാഹു തരും. നമ്മൾ പറയാ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അതാണ് നമ്മളെ ടെൻഷൻ. എൻ്റെ മോൾ എന്നെ പരിഗണിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ അറിയുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. എന്തിനാ? നമ്മൾ ചെയ്തതും ചെയ്യാത്തതും നമ്മൾ ആരാണ് എന്ന് ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അടക്കം അറിയുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. നമ്മൾ ഇത്ര കൃത്യം. അപ്പൊ നമ്മെ ആരറിയുന്നുണ്ട്? ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പ്രിയമുള്ളവരെ, നമ്മെ അറിയുന്ന ആരുണ്ട്? അല്ലാഹു ഉണ്ട്. പിന്നെ എന്തിനാ നമുക്കൊരു വിഷമം? പിന്നെ നമുക്ക് എന്തിനാ ഒരു പ്രയാസം? അല്ലണ്ടല്ലോ. അല്ല ആരാ? നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഓരോ ആയത്തിന്റെ ഇടയിലും ഒരുപാട് തവണ നമ്മൾ കാണുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലേ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവനാണ് പ്രിയമുള്ളവരെ. ആരെ? അല്ലാഹു. എല്ലാത്തിനും കഴിവുള്ളവനാ. പിന്നെന്തിനാ നമുക്ക് ടെൻഷൻ? പിന്നെന്തിനാ നമുക്ക് ബേജാറ്? യാ അല്ലാഹ്, യാ ഇലാഹി, യാ റഹ്മാൻ. ഈ ഒരു മാനസികാവസ്ഥയിൽ ഉയരാൻ പ്രിയമുള്ളവരെ ഈ റമളാനോട് കൂടി ആർക്ക് സാധിക്കേണ്ടതുണ്ട്? നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ അതറിയുന്ന നമ്മളെ സംബന്ധിച്ച് അഹങ്കാരമില്ലാതെ എന്നും തൻ്റെ ദുഷ്പ്രവൃത്തിയിൽ ദുഷിച്ചു നിൽക്കാതെ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് ഒന്നുകൂടി വേണം. അഹങ്കാരമില്ല ജീവിതത്തിൽ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എന്നും അള്ളാ എന്ന ഉൾവിളിയോടുകൂടി പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ചെയ്യുന്നതോടൊപ്പം പ്രിയമുള്ളവരെ, ഒരിക്കല് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന് ശേഷം ഭരണമേറ്റെടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിട്ട് പറയാണ്, മോനെ നീ എന്ത് വേണമെന്നറിയോ? നീ ഒന്ന് വേഷം മാറിയിട്ട്, രാജാവിൻ്റെ മോനാണ് ഇങ്ങനെ ജനങ്ങളടിയിൽ നിന്ന് നടക്കുന്നതെന്ന് ആളുകൾക്ക് തിരിയണ്ട, നീ വേഷം മാറിയിട്ട് ഒന്ന് ഇങ്ങനെ പോയി വരണം, ഒരു കുറ്റവും കുറവില്ലാത്ത മനുഷ്യരെ കണ്ടിട്ട് വരണം, അവരൊന്ന് കണ്ടെത്തണം. വളരെ വൈകിട്ടാണ് ഈ മകൻ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് പറയാണ്, വാപ്പാ നിങ്ങളെ മരണശേഷം എനിക്ക് രാജ്യം ഭരിക്കാൻ കഴിയില്ല, എന്നെ കൊണ്ട് പറ്റൂല. കാരണം കുറ്റവും കുറവില്ല കുറ്റവും കുറവില്ലാത്ത ഒരൊറ്റ എണ്ണത്തിന് എനിക്ക് നേരം വെളുക്കുമ്പോൾ പോയിട്ട് രാത്രി വരെ അന്വേഷിച്ചിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല, എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ, ദൂഷിച്ച നാടാണ് ഈ നാട് എന്ന് പറഞ്ഞിട്ട് മകൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് വിശ്രമിക്കാൻ വേണ്ടി പോയി. പിറ്റേന്ന് രാവിലെ വീണ്ടും രാജാവ് വാപ്പ മകനെ വിളിക്കുകയാണ്, മോനെ നീ ഇന്നും ഒന്ന് വേഷം മാറിയിട്ട് ജനങ്ങളുടെ ഇടയിലൂടെ ഒന്ന് നടക്കണം. എന്ത് ചെയ്യേണ്ടതറിയോ? നന്മയുള്ള ആരെങ്കിലും നിന്റെ കൺമുന്നിൽ കാണുമോ എന്നാണ് നീ അന്വേഷിക്കേണ്ടത്. എന്തെങ്കിലും നന്മ മനുഷ്യനിലുണ്ടെങ്കിൽ അവരെ നീ പോയി നോക്കിയിട്ട് വാ. ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വരിക പിതാവിൻ്റെ അടുത്തേക്ക്. ഇത് പറയാണ്, പിതാവേ നന്മയുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇവരിങ്ങനെ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഒരു പ്രായമുള്ള ഒരാൾ റോഡ് മുറിച്ച് കിടക്കാൻ നിൽക്കുകയാണ്. ഈ പ്രായമുള്ള ആളെ കണ്ട മറ്റൊരാൾ വേഗം വന്ന് കൈ പിടിച്ചിട്ട് വരുന്ന വാഹനത്തിനോട് ഇങ്ങനെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ വാഹനം അവിടെ നിർത്തിക്കൊടുത്തു. ഈ വയസ്സായ ആളെ അപ്പുറത്തെ റോഡിൻ്റെ സൈഡിലെത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഒരേ സമയം രണ്ട് നന്മയുള്ള മനുഷ്യൻ ഇദ്ദേഹം കാണുകയാണ്. കാരണം കൈ പിടിച്ചിട്ട് അപ്പുറം എത്തിക്കുന്ന ഒരാൾ, പിന്നെ വണ്ടി കൈയോടാക്കിയപ്പോൾ വണ്ടി എന്ത് ചെയ്തു? ഈ സാധുവിനെ അപ്പുറത്തേക്ക് കടത്താൻ വണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൽ എന്തുണ്ട്? ഒരു നന്മയുണ്ട്. കുറച്ചുകൂടി നടന്നപ്പോൾ പെട്ടെന്നൊരു ഒരാൾ റോഡിലേ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വീണുപോയപ്പോൾ ഇതുപോലൊരു വണ്ടി വരുന്നുണ്ട്. അവർ വണ്ടി നിർത്തി. റോഡ് സൈഡിൽ നിന്ന് മറ്റൊരാൾ 2-3 ആൾ ഓടി വന്ന് ഇവരെ താങ്ങി പിടിച്ചു. വണ്ടിയിൽ കയറ്റുമ്പോൾ വേറൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ സഹായത്തിന് കയറാം. ഒരേ സമയം 10-15 ആളുകളിൽ ഒരേ സമയത്തുണ്ടായ കുറേ
നന്മകൾ. ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പിതാവിനോട് പറയാണ്, നന്മയുള്ള ആളുണ്ട് കേട്ടോ. അതെ, ഉടനെ ഈ രാജാവായ പിതാവ് തൻ്റെ മകനോട് പറയാണ്, മോനെ, ചോര അന്വേഷിച്ച് നടക്കുന്ന കൊതുകാവാൻ പാടില്ല നമ്മളെ. മാലിന്യ കൂമ്പാരങ്ങൾ തെരയുന്ന, മാലിന്യ കൂമ്പാരങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന, തിന്മകൾ അന്വേഷിച്ച് നടക്കുന്ന വൃത്തികെട്ട മനുഷ്യരും ആവാൻ പാടില്ല നമ്മൾ. മറിച്ച് നമ്മൾ ആരാവണം? നന്മ കാണാൻ ശ്രമിക്കുന്ന ആളുകളാവണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള ആളുകളിലുള്ള നന്മ കാണുക. നമ്മളിപ്പോൾ ക്ലാസ്സിലും കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും, ഓർ അങ്ങനെയാ, ഒരു വെറും ഫിത്തിന പറയുന്ന ആളാ, ഓർ വെറും കുറ്റം നോക്കുന്ന മനുഷ്യനാ. ഞാനങ്ങനെയെന്ന് ആരും എന്ത് ചെയ്യൂല, ചിന്തിക്കൂല. റമദാൻ ആർക്കുള്ളതാണ്? നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, റമദാൻ എനിക്ക്, എൻ്റെ ജീവിതം എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിന് ഉത്തരം പറയേണ്ടത് ആരാ? ആരെങ്കിലും വരുമോ? ആരെങ്കിലും വരുമോ പ്രിയമുള്ളവരെ? ആരാ ഉത്തരം പറയേണ്ടത്? ഞാനാണ്. ആ ബോധം നമുക്ക് എപ്പോഴും വേണം. ഇന്നല്ലാതെ ഞാൻ മരിച്ചു പോയാൽ, ഇന്നല്ലാതെ ഞാൻ ഇവിടുന്ന് മരിച്ചു പോയാൽ പ്രിയമുള്ളവരെ, എൻ്റെ ഓരോന്നും മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ, യാ അല്ലാ, മലക്കുൽ മൗത്ത് നമ്മൾ അടുത്ത് വരുമ്പം തന്നെ നമ്മൾ പറയുന്നൊരു തിന്മ ചെയ്ത ആളുകൾ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ എന്ന് പറയുന്നതാണ്. കുറച്ചു നേരം, കുറച്ചു കാലം താ അല്ലാഹ് എന്ന് പിന്തിപ്പിക്കാൻ ചോദിക്കും. അള്ളാഹു പറയാണ്, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി വന്നാൽ ഒരിക്കലും ബന്ധിപ്പിക്കൂല. അപ്പൊ നമ്മള് അള്ളാഹുവിനോട് യാചിക്കുന്ന 2-3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, മരണസമയത്താണ് യാചിക്കുന്നത്, യാ അല്ലാ നീ എനിക്ക് പിന്തിപ്പിച്ചു താ എന്ന് പറഞ്ഞ് യാചിക്കുന്ന ഒരു ഘട്ടം. രണ്ടാമത് പ്രിയമുള്ളവരെ, നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് ആളുകൾ കൊണ്ടുപോകുമ്പോൾ നന്മ ചെയ്ത ആളുകൾ ഖദ്ദിമൂനി, നാഥ എന്നെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുവെക്ക്, എന്നെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുവെക്ക് എന്ന് വിളിച്ചു പറയുന്നതാണ് മരിച്ച മനുഷ്യൻ, നന്മയുള്ള മനുഷ്യൻ. എന്നാൽ പ്രിയമുള്ളവരെ, തിന്മ ചെയ്ത അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാത്ത പാപികളായിട്ടാണ് നമ്മൾ മരിച്ചു പോയത് എങ്കിൽ, ഇങ്ങനെയുള്ള പാപികളായ മനുഷ്യരുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്ത് വിലപിക്കുന്നത് പ്രിയമുള്ളവരെ, യാ വൈലഹാ യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എന്റെ നാശമേ, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എന്റെ നാശമേ, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നമ്മൾ മനസ്സിലാക്കണം, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അള്ളാഹിന്റെ പ്രവാചകൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ അലമുറയിടുന്ന മയ്യത്തിന്റെ ശബ്ദമെങ്ങാനും ജീവിച്ചിരിക്കുന്ന ആളുകൾ കേട്ടിരുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ബോധം കെട്ട് നിലം പതിച്ച് വീണു പോകുമായിരുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാതെയാണ് പ്രിയമുള്ളവരെ നാം മരിച്ചു പോയത് എങ്കിൽ കഴിഞ്ഞിട്ടില്ല വിലാപം. നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തിവെച്ച് ഖബറടക്കിയ ആളുകളുടെ കാലടി ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ ഖബറിൽ മലക്കുകൾ വരും. നമുക്കറിയാം, മൻ റബ്ബുക്കി, നിന്റെ റബ്ബാര്, നിന്റെ നബിയാര്, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. തിന്മ ചെയ്ത പശ്ചാത്തപിച്ച് മടങ്ങാത്ത പാപികളാണ് ഈ ഖബറിൽ കിടക്കുന്നത് എങ്കിൽ ഓരോ ചോദ്യത്തിനും അവർ നൽകുന്ന മറുപടി ഹൗ എന്റെ നാശമേ, എനിക്കറിയില്ല, റബ്ബാർ അറിയില്ല, നബിയാൻ അറിയില്ല. അവസാനം ഖബറിൽ നിന്ന് നരകത്തിന്റെ കവാടം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇവരിത് അവർ കിടക്കുന്ന സമയത്ത് അവർ വിലപിക്കുന്ന ആ സമയത്തുള്ള വിലാപം പ്രിയമുള്ളവരെ
യാ ലൈതഹാ കാനത്തിൽ ഖാളിയ. സൂറത്തുൽ ഹഖ്ഖിലൊക്കെ വളരെ വ്യക്തമായി അല്ലാഹു പഠിപ്പിക്കുക, യാ ലൈതഹാ കാനത്തിൽ ഖാളിയ, യാ അല്ലാഹ് എന്റെ നാശമേ, മരണത്തോടുകൂടി നീ എന്റെ കഥ കഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മരണത്തോടുകൂടി നീ എന്റെ കഥ കഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെ പുനർജനിപ്പിക്കല്ല റബ്ബേ എന്നാണ് വിലപിക്കുന്നത്. അവിടെയും എന്റെ നാശമേ എന്ന വിലാപം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നാളെ പരലോകത്ത് പുനർജന്മം കഴിഞ്ഞ് വിചാരണ നടക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, നമുക്കറിയാം, നന്മ ചെയ്ത ആളുകളുടെ ഗ്രന്ഥം വലങ്കയിലും തിന്മ ചെയ്ത ആളുകളുടെ ഗ്രന്ഥം ഇടങ്കയിലും നൽകുന്ന സമയത്ത് ഇടങ്കയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങിയ ദൗർഭാഗ്യവാന്മാരായ പാപികളായിട്ടുള്ള നരകത്തിന്റെ അവകാശികളെ ആ ഗ്രന്ഥമാകുന്ന സമയത്ത് വീണ്ടും വിലപിക്കുന്നു പ്രിയമുള്ളവരെ. അവരുടെ ഇടങ്കൈയിലാണ് ഈ ഗ്രന്ഥം നൽകിയത് എങ്കിൽ ആ ഗ്രന്ഥം നൽകിയ സമയത്ത് എന്റെ നശമേ, എന്റെ നശമേ, ഈ ഗ്രന്ഥം എന്റെ ഇടങ്കൈയിൽ തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ അല്ലാഹ്, കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. എല്ലാ മരണം മുതൽ അങ്ങോട്ട് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ജീവിതമാകുന്ന ആയുസ്സാകുന്ന തിരിച്ചറിവാകുന്ന ആയുസ്സുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ആയുസ്സുണ്ടായിട്ട് കാര്യമില്ലല്ലോ പ്രിയമുള്ളവരെ. ആരാണ് തിന്മ ചെയ്ത മനുഷ്യൻ എന്ന് ചോദിച്ചപ്പോൾ മൻ ത്വാല ഉംറുഹു വസൂഅ അമലഹ്, ആയുസ്സിന് ദൈർഘ്യം കിട്ടുന്നതിനനുസരിച്ച് തിന്മ ചെയ്ത ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ. ആരാ നല്ല മനുഷ്യർ? മൻ ത്വാല ഉംറുഹു വഹസുന അമലഹ്, ആയുസ്സിന് ദൈർഘ്യം കിട്ടുന്നതിനനുസരിച്ച് കർമ്മങ്ങൾ നന്നാക്കിയവരെ. അപ്പോ റമദാൻ മാസം 2024 ഫെബ്രുവരി മാസം തുടക്കം കുറിക്കുന്ന, ഫെബ്രുവരി മാസം കഴിയുമ്പോഴേക്കും മാർച്ച് മാസം തുടക്കം കുറിക്കുന്ന റമദാൻ, മാർച്ച് 10 റമദാൻ 1 എന്ന് പറയുമ്പോൾ ആ റമദാൻ 2024 മാർച്ച് മാസവും ഏപ്രിൽ മാസവും കണ്ടതുകൊണ്ട് നമ്മൾ നന്മ ചെയ്തവരാണ് എന്ന് പറയാൻ പറ്റുമോ? നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ട് അല്ലാഹു സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ അവസരം നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടല്ലാതെ ഇതിനുപയോഗപ്പെടുത്തിക്കൂടാ. അല്ലാത്തവർ വിലപിക്കുന്ന വിലാപമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് വിലപിക്കുന്നു, കബറിൽ കിടക്കുന്ന സമയത്ത് വിലപിക്കുന്നു, വിചാരണാ സമയത്ത് ഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന സമയത്ത് എന്റെ നാശമേ എന്ന് പറഞ്ഞ് വിലപിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. പരലോകത്ത് നമ്മൾ ഇന്ന് കാണുന്ന തീയേക്കാളും 60-80 ഇരട്ടി വലിപ്പമുള്ള നരകത്തീ കാണുമ്പോ മക്കളെ, നരകത്തീ കാണുന്ന സമയത്ത് അവിടുന്നും ചോദിക്കുന്ന ചോദ്യമുണ്ട്. നരകം കണ്ട് പൊട്ടിക്കരയുമ്പോൾ അവിടുന്ന് നരകത്തിന്റെ കാവൽ ഭടന്മാരായ മലായികകൾ, സബാനിയാക്കളായ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പം ഈ കത്തിജ്വലിക്കുന്ന നരകം കാണുമ്പോൾ എന്തിനാണ് ഇപ്പം വിലപിക്കുന്നത്? അലം യഅ്തികും നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ നിങ്ങളിലേക്ക് വന്നിട്ടില്ലേ? നരകമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകാരൻ നിങ്ങളിലേക്ക് വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഖാലൂ ബല ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞത് എന്താ? നമ്മളത് കളവാക്കി. ആ മുന്നറിയിപ്പുകാരായ ആളുകളോട് നമ്മൾ പറഞ്ഞു, അള്ളങ്ങത്തൊന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വ്യക്തമായ വഴികേടിലല്ലാതെ അല്ല, നിങ്ങളാണ് വഴികേടില്, അള്ളങ്ങത്തൊന്നും ഇറക്കിയിട്ടില്ല. നരകം കാണുമ്പോൾ പ്രിയമുള്ളവരെ, നരകം കാണുന്ന സമയത്ത് അവര് വിലപിക്കുകയാണ്, അന്ന് നാം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നാം കേൾക്കുകയും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ ആള് ഞാൻ ആക്കുമായിരുന്നില്ല. വിലപിക്കുകയാണ്. ആ വിളി ആർക്ക് വേണ്ട? അള്ളാഹ്ക്ക് വേണ്ട. വിളിക്കേണ്ടത് എപ്പോഴാണ് പ്രിയമുള്ളവരെ? അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായി. ഓരോ വിളിയും അല്ലാഹ് പടച്ചോനെ യാ ഇലാഹി യാ റബ്ബേ എന്നൊക്കെ വിളിക്കുന്ന വിളിയുണ്ടല്ലോ പ്രിയമുള്ളവരെ,
ഇതൊക്കെ അള്ളാഹു ഇബാദത്തായി അള്ളാഹ് രേഖപ്പെടുത്തി വെക്കും. ഇതൊക്കെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. ഏതു നേരവും അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ നമുക്ക് പറയാൻ പറ്റണം. അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ റബ്ബി അഫ്ർലി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വഅഫ്നി. വിശ്വാസികൾക്ക് പ്രിയമുള്ളവരെ, ഇതുരുവിടുന്ന ആളുകൾക്ക്, ഇത് മനസ്സിലാക്കിയിട്ട് ഇത് പ്രാർത്ഥിക്കുന്ന, ഇത് ചൊല്ലുന്ന ആളുകൾക്ക് ഇത് മതിയാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊക്കെ പച്ച പിടിക്കുന്ന നാവായിരിക്കണം പ്രിയമുള്ളവരെ. ആരെ നാവ്? നമ്മുടെ നാവ്. ഈ മാനസികാവസ്ഥയിൽ റമളാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കണം. നിങ്ങൾ ഒരു പക്ഷേ, അതായത് ഒരു ഗൾഫ് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവിൻ്റെ, എൻ്റെ സംസാരത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഉപ്പ പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അദ്ദേഹം പറയാം, എനിക്ക് ഗൾഫ് നാട്ടിൽ നല്ല ജോലിയാണ്, ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പിതാവാണ്, ഒരു മനുഷ്യൻ. അദ്ദേഹം പറയാം, നല്ല ജോലി, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ, അതായത് ഓയിൽ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോഴായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല കേട്ടോ. അദ്ദേഹം പറയാ, പിന്നെ നല്ല ജോലിയുള്ള, നല്ല കഴിവുള്ള, എനിക്ക് നല്ല സുന്ദരിയായ, ക്വാളിഫൈഡ് ആയ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടി. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഇത്രയും നല്ല കഴിവുള്ള ഒരു ഭാര്യനെ കിട്ടിയപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോഴും അല്ല കേട്ടോ ഞാൻ സന്തോഷിച്ചത്. അദ്ദേഹം പറയാം, കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായി, നല്ല സൗന്ദര്യമുള്ള നല്ല ഒരു പൊന്നു മോളെ എൻ്റെ ഭാര്യ പ്രസവിച്ചു. നിങ്ങൾ വിചാരിക്കില്ലേ അതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്ന്? അല്ല കേട്ടോ. അദ്ദേഹം പറയാം, കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് 2 വയസ്സായപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഗൾഫ് നാട്ടിൽ നല്ലൊരു സ്കൂളിൽ, നല്ലൊരു പോസ്റ്റിൽ, നല്ല സാലറിയിൽ ജോലി കിട്ടി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയപ്പോഴായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്ന് അല്ലേ? അല്ല കേട്ടോ. അദ്ദേഹം പറയാം, അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. എന്നിട്ട് 2-3 മാസം കഴിഞ്ഞ് അവളെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, 2 ആൺകുട്ടികളാണ് നിങ്ങളുടെ. ഗൾഫിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അപ്പം തന്നെ കുട്ടീനെ പറഞ്ഞെടുക്കും. 2 കുട്ടികൾ നിങ്ങളെ വയറ്റിലുണ്ട്. അങ്ങനെ അദ്ദേഹം പറയാണ്, എൻ്റെ ഭാര്യ 2ാമത്തെ പ്രസവത്തിൽ നല്ല 2 ആൺമക്കളെ പ്രസവിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ 2 ആൺമക്കളെ പ്രസവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന്? അല്ല. അദ്ദേഹം പറയാം, ഈ 2 ആൺമക്കളും പ്രിയമുള്ളവരെ, 1 വയസ്സും 2 വയസ്സും കഴിഞ്ഞ് അവരുടെ നോട്ടം, അവരെ ശബ്ദം, അവരെ വിളിക്കുമ്പോൾ ചെവി കൊടുക്കാത്തത്, ഇങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി. ഡോക്ടറുടെ അടുത്ത് പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ മനസ്സിലായി, ആ 2 മക്കളും ഭിന്നശേഷിയായ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കളാണ് എന്ന്. ആ മക്കൾ കിടന്ന കിടക്കയിൽ തന്നെ കിടക്കും, അവരെ കഴുത്ത് ഉറക്കൂല, അവരെ കൈകാലുകൾ കൂടിയിട്ടാണുള്ളത്. അങ്ങനെ 5 വയസ്സും 6 വയസ്സുമായ കിടക്കയിൽ തന്നെ കിടക്കുന്ന മക്കളെ ചികിത്സിക്കണം. ഗൾഫിലുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നാട്ടിലാണ്. അങ്ങനെ എൻ്റെ ഭാര്യൻ്റെ ജോലി ഒഴിവാക്കി, എൻ്റെ ജോലി ഒഴിവാക്കി, എല്ലാം മാറ്റിയിട്ട് നാട്ടിലേക്ക് വന്നു. ചികിത്സ തുടങ്ങി. ചികിത്സിച്ച് അവസാനം 18 വയസ്സായി എന്ന് പറയുമ്പോൾ 18 വർഷമായി. ഒരു ദിവസം ഒരു റൂമിൽ 2 കട്ടിലിൽ 18 വയസ്സുള്ള 2 മക്കൾ കിടക്കിന്ന് എണീക്കൂല. താങ്ങിപ്പിടിച്ച് വേണം കൊണ്ടുപോകണം ബാത്റൂമിൽ. താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയിട്ട് വേണം ഒന്ന് കുളിപ്പിക്കാൻ. താങ്ങിപ്പിടിച്ച് എഴുന്നേറ്റിരുന്നിട്ട് വേണം വായിലിട്ട് കൊടുത്താലേ അവർ തിന്നു. അങ്ങനെ കിടക്കുന്ന മക്കളെ ഒരു ദിവസം ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പലപ്പോഴും പല അപശബ്ദവും പുറപ്പെടുവിക്കാറുണ്ട്, പല ശബ്ദവും അവരിങ്ങനെ ഇടാറുണ്ട്. ഒരു ദിവസം ഞാൻ അവരെ തന്നെ നോക്കി, എൻ്റെ മക്കളെ തന്നെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദം എൻ്റെ മകൻ പുറപ്പെടുവിച്ചു.
എപ്പോഴും അവനത് പുറപ്പെടുവിക്കാറുണ്ട്. എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന സമയത്ത് ഞാൻ അവനെ തന്നെ നോക്കി നിന്നപ്പോൾ അവൻ മൂത്രമൊഴിക്കുന്നുണ്ടായിരുന്നു. 18 വർഷമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മകൻ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് മലമൂത്ര വിസർജനം നിർവഹിക്കാനാണ് എന്ന്. അദ്ദേഹം എന്നെയും നിങ്ങളെയും പോലുള്ള ലോക ജനതയോട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രമാത്രം സന്തോഷിച്ച ഒരു നിമിഷം മറ്റൊന്നുണ്ടായിട്ടില്ല. ഇനി ശബ്ദം പുറപ്പെടുവിക്കുന്ന സമയത്ത് എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹ് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ നാഥാ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴാണ് പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ടത്, യാ അല്ലാഹ് നീ നമുക്ക് എന്തുമാത്രം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. നമ്മൾ ഓടിച്ചാടി നടക്കുകയാണല്ലോ അല്ലേ? അതെ. ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ എൻ്റെ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ഭിന്നശേഷിക്കാരായ മക്കൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ബോർഡ് വന്നിട്ട് ഈ കുട്ടികളെ പരിശോധിച്ചിട്ട് വാക്കർ, വീൽ ചെയർ, ഷൂസ്, ബെൽറ്റ്, എന്താണോ കുട്ടികളുടെ കൈ നിവരാൻ, കാലു നിവരാൻ, നടു നിവരാൻ, അങ്ങനെയുള്ള മക്കൾക്കൊരു സഹായം. അപ്പം എൻ്റെ ക്യാമ്പിലേക്ക് പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരായ ഉമ്മയും ഉപ്പയും കൂടി ഒരു നല്ല സുന്ദരിയായ 6 വയസ്സുള്ളൊരു മോളെയും കൂട്ടി എൻ്റെ ക്യാമ്പിലേക്ക് വന്നൊരു രംഗം എൻ്റെ ജീവിതത്തിൽ ഞാനൊരിക്കലും മറന്നിട്ടില്ല. ഈ 2 മാസം മുമ്പാണ്. ഒരു ഉമ്മയും ഉപ്പയും ഒരു മോളെയും കൂട്ടിയിട്ട് ഓട്ടോന്ന് ഇങ്ങനെ ഇറങ്ങി ക്യാമ്പിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ ആ ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ ഓരോ കുട്ടികളെ താങ്ങി പിടിച്ചും എടുത്തിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ ദയനീയമായ കാഴ്ചകളാണ്. അള്ളാനെ കണ്ടുപോകും നമ്മളെ. അപ്പോൾ നല്ല നടന്നിട്ടൊരു സുന്ദരിയായ മോൾ എന്തിനാ റബ്ബെ ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങി വരിക, കാലിൻ്റെ അടി വരെയുള്ള ഉടുപ്പ് കിട്ടിട്ട് കല്യാണത്തിനൊക്കെ കൂട്ടി വരുന്ന പോലെ. ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനായിരിക്കും റബ്ബെ ഈ മോളെ കൂട്ടിയിട്ട് ഈ ഉമ്മ ഈ ക്യാമ്പിലേക്ക് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ചെവി കേൾക്കാത്ത മക്കൾക്ക് വേണ്ടിയുള്ള ഹിയറിംഗ് എയ്ഡിന് വേണ്ടി ആയിരിക്കണം. വേറെ തകരാറൊന്നും ഈ കുട്ടിക്ക് കാണുന്നില്ലല്ലോ റബ്ബേ. അങ്ങനെ വരുന്ന കുട്ടികളൊക്കെ വിളിച്ചു പറയും, അവരെ നടത്തും, അവരെ ഇരുത്തും, അവരെ താങ്ങി എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്കറിയും ഈ കുട്ടിക്ക് വയ്യ എന്ന്. ഇതിനൊരു പ്രശ്നമില്ലല്ലോ മോളെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അവിടെ. അപ്പോൾ അവർ ഫോം വാങ്ങുന്നു, ഫില്ല് ചെയ്യുന്നു, അങ്ങനെ ഓരോ കടമ്പയും കഴിഞ്ഞ് അവസാനം ഡോക്ടേഴ്സിൻ്റെ റൂമിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ടോക്കൺ എടുത്തിട്ട് ഇങ്ങനെ കുറേ ആളിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇരുന്നപ്പോൾ ഞാനൊരു കസേര എടുത്ത് അവരടുത്ത് പോയിരുന്നിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഞാനാണ് ഷമീമ ടീച്ചർ, ഇതിൻ്റെ ചെയർപേഴ്സണാണ്. നിങ്ങൾ ആ കൗൺസിലർ ആരാ, നിങ്ങൾ ഏത് വാർഡിലാണ്, ഏത് സോണിലാണ് എന്നൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ആ ഫോം, അവരെ ഉപ്പാൻ്റെ കയ്യിലുള്ള ഫോം മല്ലനെ വാങ്ങിയിട്ട് ഇപ്പുറത്തെ പേജിൽ ഗുണഭോക്താവ് എന്താണ്, ഇവരുടെ എന്തുപകരണമാണ് ഇവർ ആവശ്യമുള്ളത് എന്ന് എഴുതുന്നൊരു കോളുണ്ട്. ഞാൻ വേഗം മറിച്ചിട്ട് ആ കോളം നോക്കിയപ്പോൾ കൃത്രിമക്കാൽ. അപ്പോൾ ഞാൻ ആ കോളം നോക്കിയിട്ട് ഞാൻ ഉമ്മാനോട് കൃത്രിമക്കാൽ മോക്ക് എന്താ പറ്റിയ ചോദിച്ചു. അപ്പം ഉമ്മ ഉടുപ്പ് പൊന്തിച്ചൊരു രംഗം കൊണ്ട് പറയാമുള്ളവരെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യാ അല്ലാഹ് ഈ കാലില്ലാത്ത കൃത്രിമക്കാല് കാണാതിരിക്കാനാണ് ഞാനും നിങ്ങളും കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെ മക്കൾക്ക് ഇങ്ങനത്തെ വലിയ ഉടുപ്പിട്ട് കൊടുക്കുക. ഈ കൃത്രിമക്കാല് മരക്കാല് വെച്ചത് കാണാതിരിക്കാനാണ് ഈ കുട്ടിക്ക് ഇത്ര വലിയ ഉടുപ്പിട്ട് കൊടുത്തില്ല. ആ പെണ്ണുമ്മ എന്നോട് പറയാ, ടീച്ചറെ എൻ്റെ മോളെ പെറ്റൊരു രംഗമുണ്ട്, അവളെ പെറ്റു വീണിട്ട് ഡോക്ടർ എടീ നീ പെറ്റുട്ടോ എന്താ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുമ്പോഴാണ് എൻ്റെ കുഞ്ഞിനൊരു കാല് തൊട മുതൽ താഴോട്ട് ഫുള്ളില്ല കുട്ടിക്ക് കാല്. അന്ന് മുതൽ ഞാൻ എന്ത് സങ്കടമാണെന്നറിയാം. അങ്ങനെയാണ് 3 വയസ്സിൽ ഈ കാല് അവൾക്ക് വെച്ചു കൊടുത്തത്. ആ കാല് ഫുള്ള് ക്ലിങ് ചുറ്റി വെച്ചത്. ഞാൻ ചോദിച്ചു, എന്ത് ഈ ക്ലിങ് ഇങ്ങനെ ചുറ്റി വെച്ചത്? അത് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ മുട്ടിൻ്റെ അടുത്തും പാദത്തിൻ്റെ അടുത്തൊക്കെ ആ കാല് പൊട്ടിയിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് കാലില്ലാത്ത മക്കൾക്ക് കാല് വെച്ച് കൊടുത്താൽ 6 മാസം കൂടുമ്പോൾ ഈ കുട്ടികൾ വളരുന്നതിനനുസരിച്ചിട്ട് ഈ കാല് മാറ്റി കൊടുക്കണം. ഒരു 20 വയസ്സെങ്കിലും പ്രിയമുള്ളവരെ ആ ഉമ്മ മോളെ കാല് മാറ്റി വെച്ചു കൊടുക്കണം 6 മാസം കൂടുമ്പം. ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ. കണ്ണൂർ കോർപ്പറേഷൻ സൗജന്യമായി കൃത്രിമ കാല് നൽകുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഈ ക്യാമ്പിലേക്ക് ഞങ്ങൾ വന്നത്. ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ ശരീരം, നമ്മുടെ എല്ലാം
യാ അല്ലാ, ആരാ തന്നത്? എൻ്റെ ഉപ്പ തന്നതാ, എൻ്റെ ഉമ്മ ആശിച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ തറവാടിൽ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ഒരിക്കലുമില്ല. അല്ലാ അല്ലാ, അതിലപ്പുറം നമുക്ക് വാക്കില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമുക്ക് എങ്ങനെയാ പ്രിയമുള്ളവരെ അഹങ്കരിക്കാൻ പറ്റുക? എങ്ങനെയാ അള്ളാനെ മറക്കാൻ പറ്റുക? എങ്ങനെയാണ് ചെയ്ത തെറ്റിൽ അതേ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? ഒരിക്കലും പാടില്ല. പക്ഷെ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു വ്യക്തമായി പഠിപ്പിക്കുകയാ, ഇല്ലാ മൻ താബ, ആരെങ്കിലും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ഒരാൾ, അവിടെ അള്ളാഹു റസൂൽ പറയാണ് അത്തൈബു, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരാളുണ്ടല്ലോ, കമല്ലാ ദൻബല, തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് അവൻ. കണ്ടോ, തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് എങ്കിൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അവൻ വിശ്വസിക്കുകയും ചെയ്തു, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എങ്കിൽ പടച്ച റബ്ബ് അവന്റെ തിന്മകൾ മുഴുവനും അള്ളാഹു മാറ്റിമറിക്കും, ഹസനാത്ത്, നന്മകളാക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗബ ചെയ്ത് മടങ്ങുന്ന, പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യം എന്താ? നമ്മുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റും. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്സൊന്നും പാഴായി പോകൂല. നമ്മുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റുകയാണ്. അത് ഹസനാത്തിന്റെ പട്ടികയിൽ അള്ളാഹു ചേർക്കുകയാണ്. നാളെ പരലോകത്ത് നമുക്ക് കർമ്മങ്ങൾ തൂക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ തൂങ്ങും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ഈ പരിശുദ്ധ റമളാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിർത്തുക. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സുബ്ഹിന്റെ നേരത്താണ് മജൂസിയായ അബൂ ലുഅ്ലുഅ് വന്നിട്ട് കത്തിയോട് തലങ്ങും ഒരേ കുത്ത, പല ഭാഗത്ത് രക്തത്തിൽ പടഞ്ഞു വീണ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചുറ്റുമുള്ള ആളുകളെ താങ്ങിയെടുത്തിട്ട് തൊട്ടടുത്ത വീട്ടിൽ കൊണ്ട് കിടത്തുകയാ. വിവരമറിഞ്ഞ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിതാവുള്ളിടത്ത് ഓടിപ്പോയിട്ട് പിതാവിനെ കണ്ട ഉടനെ ആ തലയെടുത്തിട്ട് പിതാവിന്റെ അടുത്ത് കാല് നീട്ടിയിരുന്നിട്ട് പിതാവിന്റെ തലയെടുത്ത് മടിയിൽ വെക്കുകയാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ എൻ്റെ തല നീ മണ്ണിൽ വെക്ക് മോനെ, എൻ്റെ തല നീ മടിയിൽ വെച്ച എൻ്റെ തല നീ മണ്ണിൽ വെക്ക് മോനെ. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോ ഇബ്നു ഉമർ വാപ്പാനോട് പറയാണ്, വാപ്പാ അങ്ങ് ശരീരം മുഴുവനും മണ്ണിലല്ലേ ഉള്ളത്, തലയല്ലേ എൻ്റെ മടിയിലുള്ളൂ, ഇതിവിടെ നിൽക്കട്ടെ വാപ്പാ. വേണ്ട മോനെ, നീ എൻ്റെ തലയെടുത്ത് മണ്ണിൽ വെക്കി എന്ന് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ഉമർ റളിയല്ലാഹു അൻഹു ആ കവിളുണ്ടല്ലോ മണ്ണിൽ വെച്ച സമയത്ത് ആ കവിളിങ്ങനെ മണ്ണിലിട്ട് അരച്ചിട്ട് പറയുകയാണ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, നീ എങ്ങാനും എൻ്റെ തെറ്റുകുറ്റങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ എന്റെ കാര്യം കഷ്ടമാണ് റബ്ബേ, എന്റെ കാര്യം കഷ്ടമാണ് നാഥാ എന്ന് ആ കവിള് മണ്ണിലിട്ട് അരച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാണ് പടച്ച റബ്ബിനോട്. അറിയണം പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ മയ്യത്തെ കുളിപ്പിച്ച ആളുകൾ പറയുകയാണ്, കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകിയിട്ട് 2 കവിളിലും കണ്ണീരിന്റെ പാടുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ 2 ശാപം എന്താണെന്ന് ചോദിച്ചാൽ നിറയാത്ത കണ്ണും പിടയാത്ത ഹൃദയവുമാണ് പ്രിയമുള്ളവരെ. നിറയാത്ത കണ്ണും പിടയാത്ത ഹൃദയവും. ദുനിയാവ് ഓർത്തിട്ടല്ല, അള്ളാഹുവിനെ ഓർത്തിട്ട്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഓർത്തിട്ട്, ഈ അനുഗ്രഹത്തിനനുസരിച്ച് ഞാൻ നന്ദി കാണിക്കുന്നില്ലല്ലോ റഹ്മാനെ എന്നോർത്തിട്ട് നമ്മൾ പൊട്ടി പടച്ച റബ്ബിനോട് കരയണം. പിടയാത്ത ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇന്ന് പ്രിയമുള്ളവരെ 2 ജ്യൂസ് ഉണ്ടാക്കാൻ മഗ്‌രിബിന്റെ സമയത്ത് 2 ജ്യൂസ് ഉണ്ടാക്കുന്ന നമ്മളെ ഉടനടി മക്കളോട് പറയണം, മക്കളെ 1 ജ്യൂസ് മതി മക്കളെ, ബാക്കി നമ്മൾ പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് മുറിച്ചാൽ മതി. നമ്മെ പോലുള്ള വിശ്വാസികളായ സഹോദരങ്ങളും പൈത മക്കളുമുണ്ട്, മാതാപിതാക്കളില്ലാത്ത, വീടില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മക്കളുണ്ട്. മക്കളെ, ഫലസ്തീനിൽ ഗസയിൽ
പച്ചവെള്ളം കുടിച്ചിട്ടും പച്ചപ്പുല്ല് തിന്നിട്ടും ജീവിക്കുന്നുണ്ട് മക്കളെ. ഒരു ജ്യൂസ് കുടിച്ചാൽ മതി, മറ്റേ ജ്യൂസ് മാറ്റിവെച്ചിട്ട് ഫലസ്തീനിലുള്ള മക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. മക്കളെ കുടിക്കരുത്. 3 കടി ഉണ്ടാക്കാൻ വിചാരിച്ച നമ്മളെ മക്കളോട് പറയണം, 2 എണ്ണം മതി മോനെ, 2 എണ്ണം മതി മോളെ, ഒന്ന് മാറ്റിവെക്കേ. ഫലസ്തീനിലുള്ള മക്കളോട് ഇങ്ങനെയെങ്കിലും നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വിശ്വാസികളാണോ പ്രിയമുള്ളവരെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളിൽ നമ്മുടെ ഹൃദയം പിടയണം. അള്ളാഹിനെ ഓർത്തിട്ട്, അള്ളാഹുവിനെ ഓർത്തിട്ട്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഓർത്തിട്ട്. ഒരു വിധവ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നാഥ, അവൾക്ക് എന്തുമാത്രം വേദനയുണ്ട് അവൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. മറിച്ച് അവൾക്ക് ആരൊക്കെയോ കൊടുക്കുന്നുണ്ട്, പിന്നെന്തിന് ഞാൻ കൊടുക്കുന്നു എന്ന് ചിന്തിക്കരുത്. 2 ദിവസം മുമ്പ് ഒരു ഉമ്മ 3 ചെറിയ പൈത മക്കളെയും കൊണ്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ വിചാരിക്കുകയാണ്, അവൾ വിധവയാണ് എന്ന് എനിക്കറിയാം, അവളുടെ ചെറിയ മക്കൾ യതീമാണ് എന്ന് എനിക്കറിയാം. അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇവൾ എന്തിനാണ് റഹ്മാനെ ഇതൊക്കെ എന്നോട് പറയുന്നത്? സഹായം എന്നോട് അവൾ ചോദിക്കുന്നില്ല, അവളെ കഷ്ടം അവൾ എന്നോട് പങ്കുവെക്കുന്നില്ല, അവളെ ദാരിദ്ര്യം അവൾ എന്നോട് പങ്കുവെക്കുന്നില്ല, ഒന്നും എന്നോട് ചോദിക്കുന്നില്ല. ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കുക, എന്തായിരിക്കും ഇവളുടെ ഈ സംസാരത്തിന്റെ ലക്ഷ്യം? എന്താണ് ഇവൾ എന്നോട് പങ്കുവെക്കുന്നത്? നിങ്ങൾ അറിയണം പ്രിയമുള്ളവരെ. അവസാനം എനിക്ക് മനസ്സിലായി. അവൾ പറയാണ്, ടീച്ചറെ, എൻ്റെ പൈത മക്കള് എന്നും എന്നോട് പറയും, ഉപ്പ ഉപ്പ എന്ന് വിളിക്കാൻ കൊതിയാവുന്നു, ഉപ്പ ഉപ്പ എന്ന് വിളിക്കാൻ കൊതിയാവുന്നു. ടീച്ചറെ, എൻ്റെ മക്കൾക്ക് മറവി കൊടുക്കാനാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അതാണ് അവളെ ചോദ്യം. എൻ്റെ മക്കൾ ഉപ്പ എന്ന ആ വിളി മറക്കാനാണോ ടീച്ചറെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ എന്താ അള്ളാഹിനോട് എൻ്റെ മക്കളുടെ കൊതി തീരാൻ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു വിധവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പിടയണം, ചേർത്ത് പിടിക്കണം. യതീമക്കളെ കാണുന്ന സമയത്ത് നമ്മുടെ മക്കളെ പോലെ വസ്ത്രമിടാൻ ആ മക്കളും ആശിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ഹൃദയം പടഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളെയൊക്കെ പ്രിയമുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതൃകാ ജീവിതം നയിക്കാൻ അർഹമറാഹിബിനെ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, പാപമോചനത്തിൻ്റെ മാസം എന്ന നിലയിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് ഏറ്റവും നല്ല മുഅ്മിനും മുത്തഖിയായിട്ട് ഈ റമളാൻ ഉപയോഗപ്പെടുത്താൻ നീ നമ്മെ സഹായിക്കുന്ന പരാനെ. നാഥാ, ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നൽകുന്ന ഭാഗ്യശാലികളിൽ നീ നമ്മെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, കോലവികൃതമായി ദയനീയമായി നാടുകളോളം കിടന്ന് നരകിക്കുന്ന ജഹ്ദുൽ ബലാഗ് പോലുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നീ നമ്മെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നീ ഉത്തരം നൽകി അനുഗ്രഹിക്കുക തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാർ, നമ്മുടെ ഫൗസി തൻ്റെ നേതൃത്വത്തിൽ നിരാലംബരായ എൻ്റെ അത്താണിയെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സഹോദരിമാരാണ് നാഥ. അവർ നൽകിയതിനെ നാഥ നീ അവർക്ക് തക്കതായ പ്രതിഫലം, എല്ലാവിധ റഹ്മത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആരോരുമില്ലാതെ നിരാലംബരായി കിടക്കുന്ന ആ സഹോദരിമാരെ, വിധവകളെ ചേർത്ത് പിടിച്ച ഇവരെ നീ വിധവകളാക്കല തമ്പുരാനെ. അല്ലാഹുവേ, ആ നിലയിലുള്ള പരീക്ഷണങ്ങൾ ഒരിക്കലും നൽകല നാഥ. അല്ലാ, നമ്മുടെ വീടുകളെ നീ മാതാപിതാക്കളില്ലാത്ത വീടുകളാക്കല റഹ്മാനെ. നമ്മുടെ വീടുകളെ നീ ദാരിദ്ര്യമുള്ള വീടാക്കല നാഥ. നമ്മുടെ വീടുകളെ നീ ആരോരുമില്ലാത്ത വീടുകളാക്കല തമ്പുരാനെ. അല്ലാഹുവേ, ഹോസ്പിറ്റലുകളിലും വീടുകളിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും നീ ശിഫ നൽകി, ആഫിയത്ത് നൽകി, ആയുസ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നമ്മുടെ തലവേദനയോ നെഞ്ചുവേദനയോ കൈകാലുകളെ വേദനയോ മാരകമായ രോഗത്തിൻ്റെ ലക്ഷണമോ തുടക്കമോ നീ ആക്കല്ലേ തമ്പുരാനെ. അല്ലാ, ഫൗസീത്ത അവരുടെ കുടുംബത്തിന് വേണ്ടപ്പെട്ട നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്രിയ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പ്രിയ സഹോദരന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലാ, അദ്ദേഹത്തിന് നീ പരിപൂർണമായി ശിഫ നൽകണാഥ. അദ്ദേഹത്തിന് നീ സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാ, രോഗം കൊണ്ടും വേദന കൊണ്ടും അദ്ദേഹത്തെ നീ പ്രയാസപ്പെടുത്തല റഹ്മാനെ. ശാരീരികമായി നാഥ അദ്ദേഹത്തെ നീ മാനസികമായി ക്ഷീണിപ്പിക്കല തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നീ, കുടുംബത്തിന് നീ സമാധാനം നൽകണേ റഹ്മാനെ.
അള്ളാഹ് നമ്മെ മുഴുവൻ ആളുകളെയും നീ കത്തുകൊള്ളണേ നാഥ. അള്ളാഹുവേ റമദാൻ 30 ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ വിശ്വാസികളെ നീ നമ്മെ ഉൾപ്പെടുത്തുന്നാഥ. അള്ളാഹുവേ വരും കാലങ്ങളിലും പരിശുദ്ധ റമദാൻ നീ നമുക്ക് കാണാൻ അനുഭവിക്കാൻ വിധി കൂട്ടണേ തമ്പുരാനെ. അള്ളാഹുവേ നാളെ പരലോകത്ത് നീ നമുക്ക് ഉന്നത പദവി നൽകുക തമ്പുരാനെ. കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് നീ നമ്മെ കാത്തുകൊള്ളണേ റഹ്മാനെ. അള്ളാഹ് നീ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുക തമ്പുരാനെ. അള്ളാഹുവേ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരെ നീ നമ്മെ ഉൾപ്പെടുത്തേണമേ റഹ്മാനെ. അള്ളാഹ് വലങ്കയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന വിശ്വാസികളിൽ നീ നമ്മെ ഉൾപ്പെടുത്തുക തമ്പുരാനെ. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة ونجنا من النار يا رب العالمين. اللهم إنا نسألك جنات الفردوس يا رب العالمين. اللهم أجرنا من النار. ربنا اغفر لنا ذنوبنا فكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاء ولا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.